ഹേ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചോദിച്ചതാ മമാമിയാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫേസ് വാഷിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒത്തിരിയായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഐ എം സോ സോറി. ഇനി തൊട്ട് എന്താണെങ്കിലും ക്രിസ്മസും ന്യൂ ഇയറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നല്ല പൂർവാധികം ശക്തിയോടെ വീഡിയോസ് പുറകെ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ കമന്റിൽ ചോദിക്കുന്ന ഓരോ വീഡിയോസിന്റെ കാര്യവും ഞാൻ മറക്കുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് തിരക്കിന്റെയും പിന്നെ അതേപോലെ തന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തതിനു ശേഷം മാത്രമേ വീഡിയോ ഇടാറുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ ഒരു ടൈമാണ് ഡിലേ ആണ് വരുന്നത്. അതൊന്നും കൂടാതെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ മടിയാണ് ഗൈസ്, ഉള്ളത് പറയാലോ. അപ്പം ഞാൻ എന്താണെങ്കിലും മാക്സിമം ഇനി വീഡിയോസ് ഇടാൻ നോക്കാം. നിങ്ങൾ കുറെ പേര് ഒത്തിരി ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് ആയിട്ട് ഞാൻ എന്താണെങ്കിലും വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് എന്താണെങ്കിലും നമുക്ക് ഈ മമാമിയാക്കിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു റിവ്യൂ ഞാൻ ഇട്ടതാണ്. ഈ ഒരു മമാമിയാക്കിന്റെ ഫേസ് വാഷിന്റെ യൂട്യൂബിൽ ഇടാത്തതിന്റെ കാര്യം, ആ ഒരു വീഡിയോയിൽ ഒരു ചെറിയ സോങ്ങിന്റെ പാർട്ട് ഉണ്ട് ഗൈസ്. ആ സോങ്ങിന്റെ പാർട്ട് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരികയാണ്. അത് കാരണം യൂട്യൂബിൽ ഇടാൻ പറ്റുന്നില്ല. പാട്ട് മാറ്റാന്ന് വിചാരിക്കുമ്പോൾ ആ കംപ്ലീറ്റ് ആ വീഡിയോന്റെ വൈബ് അങ്ങ് പോവുക. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്കൊരു കൊച്ചു ഫുൾ വീഡിയോ ആയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞങ്ങ് തീർക്കാന്ന്. ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ കാണാതിരിക്കരുത്. ബിക്കോസ് ഇതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഈ പ്രൊഡക്റ്റ് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ ആ ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോ നിങ്ങളെ ഒന്ന് കാട്ടാം. ആ സോങ്ങിന്റെ പാർട്ട് ഒന്ന് കട്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാട്ടിത്തരാം. മമാമിയാക്കിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ കൊച്ചിന്റെ ഒരു ഫേസ് കാട്ടുന്നു. ഡള്ളാണ്, പിഗ്മെന്റഡ് ആണ്, ടാൻഡ് ആണ്. അതിനൊക്കെ ഒരു പോംവഴിയായിട്ട് നമ്മുടെ ഈ മമാമിയാക്കിന്റെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിട്ട് കാട്ടുന്നു. ആൻഡ് സഡേ ദാ ആള് സെറ്റപ്പായി. അപ്പൊ ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ഇതിന്റെ റിയാലിറ്റി ഞാൻ എന്റെ ഷോർട്സിൽ ഓൾറെഡി ചെയ്ത് കാട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് പ്ലേ ചെയ്ത് കാട്ടിത്തരാം. നിങ്ങൾക്ക് തന്നെ കാണാം. ഇതുണ്ട്, ഈ ട്യൂബ് ഏകദേശം ഞാൻ മൊത്തം തീർത്തിട്ടുണ്ട്. ഉപയോഗിച്ച് തീർത്തിട്ടുള്ള എന്റെ റിവ്യൂ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തോട്ടെ. അതിന് തന്നെ പറയാനുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കാട്ടുന്ന ഇതേപോലത്തെ പല ട്രാൻസ്ഫോർമേഷൻസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ക്യാമറ ഓണാക്കി വലിയ ലൈറ്റിംഗ് ഒന്നും ഇല്ലാത്തടുത്ത് പോയിട്ട് ഒരു ഡള്ളായിട്ട് ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഏതാണോ അത് വെച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് എക്സ്പ്രഷൻ ഇടണം. അത് മസ്റ്റ് ആണ്. ഞാൻ കാണാൻ പറ്റാത്ത ഫേസ് വാഷിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ മാറി വേണമെങ്കിൽ ഒന്ന് കുളിച്ചോ, നല്ല സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ളവരെടുത്തൊന്ന് 2 വീഡിയോ എടുക്കുക. അപ്പോൾ ഓൾ സെറ്റ്. ഇനി പാട്ട് കൂട്ടി ചാമ്പിക്കോ. പാട്ട് ഇടാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു ഇൻവിസിബിൾ ഫേസ് വാഷ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് കാട്ടുന്നത്. അതായത് ഞാൻ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടില്ല. എന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. അവര് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഞാൻ വെറും ഒരു 5 മിനിറ്റിൽ ചെയ്ത എഡിറ്റ് ആണ്. അതായത് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഈസി ആയിട്ട് ഇതേപോലത്തെ വലിയ ട്രാൻസ്ഫോർമേഷൻസ് കാട്ടി പറ്റിക്കാം എന്നുള്ളത് അർത്ഥം. ഇതേപോലെ തന്നെ കുറച്ച് ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് കാട്ടിത്തരാം. എന്റെ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം കയറിയിട്ടുള്ളത് 5 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തു. അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ 10,000-ൽ കൂടുതൽ ആളുകൾ എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചു, ഇത് ഏത് പ്രൊഡക്റ്റ് ആണ്, ഇത് എവിടെ നിന്ന് കിട്ടുന്നത്. ഇത് ആക്ച്വലി ഒരു കൊറിയൻ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉള്ള ഒരു ഫേസ് വാഷ് ആണ്. നല്ല റിവ്യൂ കണ്ടിട്ട് മേടിച്ച് ഞാൻ ട്രൈ ചെയ്തതാണ്. ആൻഡ് ഇത്ര റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നമ്മൾ ഈ ഒരു റീൽസ് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു വ്യൂവർ എന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നത്, ഈ കൊച്ച് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നേ ഇല്ല ഇവിടെ. ആ കൊച്ചിന്റെ റിവ്യൂ പറയുന്നേ ഉള്ളൂ. ആ കൊച്ചു അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ ഇത് പേഴ്സണൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും അല്ല. അഥവാ ആളുടെ ഇഷ്ടത്തിന് ചെയ്ത ഒരു വീഡിയോ ഒന്നും അല്ല. പക്ക ബ്രാൻഡുകാർ പറഞ്ഞു കൊടുത്ത അതേ സ്ക്രിപ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്ന് വിളമ്പുന്ന ഒരാളെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പക്ഷെ ആ കൊച്ചു ഇനി ഭയങ്കര തള്ളി മറിച്ചിട്ടൊന്നും ഇല്ലല്ലോ. റിയലിസ്റ്റിക് ആയിട്ടല്ലേ പറയുന്നത് ഗൈസ്. അതാണ് അഡ്വർടൈസ്മെന്റ്. സോഷ്യൽ മീഡിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ബ്രാൻഡുകാർ പഠിച്ചു. അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇങ്ങനത്തെ കുറെ ക്രിയേറ്റേഴ്സും ഉണ്ട്. ഞാനിങ്ങനെ തള്ളുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് അടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ കാട്ടിത്തരാം. സത്യം പറഞ്ഞ എനിക്ക് വരുന്ന മെസ്സേജസിന് കണക്കില്ല. ഹേ ഗൈസ്, ഈ വീഡിയോ 4 ലക്ഷത്തിലധികം വ്യൂസ് ആണ് കയറിയിട്ടുള്ളത്. 4 ലക്ഷം മാത്രമല്ല, 3 ലക്ഷം 1 ലക്ഷം ഒക്കെ വ്യൂസ് കയറിയ വീഡിയോസ് ഉണ്ട്. അതിനുള്ള കാരണം, ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി അത് യൂസ് ചെയ്തു. അതിന്റെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് പക്ഷെ ഇത്രയും വ്യൂസ്. ഇവിടെ സെയിം കൈൻഡ് ഓഫ് ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ്. Almost 300,000 views and 9,000 plus comments. இங்க கிட்ட commentsலயும் DMsலயும் இது எங்க வாங்குறது, இது என்ன ப்ராடக்ட்னு நிறைய பேர் என்கிட்ட கேக்குறீங்க. நான் ஆக்சுவலி ரொம்ப ஸ்பெஷலா பண்ணல. நான் ஒரு ரிவ்யூ பார்த்துட்டு ஒரு ப்ராடக்ட் வாங்கினேன் and I had very good results. അടുത്ത വീഡിയോ ആണ്.
ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം 400k വ്യൂസ് ആണ് ഷെയറിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന വീഡിയോ എടുത്തു ഷെയർ ചെയ്യും. ആക്ച്വലി കൊറിയൻ ഡീറ്റി എക്സ്ട്രാക്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്തത്. ഇതിന് റിസൾട്ട് കിട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. ഇത്രയും വരലാം ഞാൻ വിചാരിച്ചില്ല. ഒരു എന്റേതായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടിയല്ലോ. സംഭവം ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് വീഡിയോ ഇവരൊരു ട്രാൻസ്ഫോർമേഷൻ കാട്ടും. അതായത് ഞാൻ കാട്ടിയ പോലത്തെ ഒരു ഈസി ട്രാൻസ്ഫോർമേഷൻ, എഡിറ്റിംഗ് അറിയാവുന്ന ആർക്കും കാട്ടാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ നല്ല റീച്ച് കയറ്റും. അത് ബ്രാൻഡുകാർ കയറ്റുന്ന റീച്ചും ഉണ്ട്, അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന റീച്ചും ഉണ്ട്. ഫസ്റ്റ് വീഡിയോ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ സ്ക്രിപ്റ്റ്. ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ പറയുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സ്ക്രിപ്റ്റ്. പക്ഷേങ്കിൽ ഇവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ വീഡിയോ നമ്മൾ കാണുന്നുള്ളെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ ആഡ്. നമ്മൾ വിചാരിക്കും ആളുടെ പക്ക ഹോണസ്റ്റ് റിവ്യൂ ആണ് പറയുന്നതെന്ന്. അല്ല, പൈസ മേടിച്ച് ഈ ബ്രാൻഡുകാര് പക്ക പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഇത് മൊത്തം. എന്താണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റിന്റെ റിവ്യൂയിലേക്ക് പോവാം. അപ്പം ഈ ഒരു ട്യൂബ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. മൊത്തം ഞാൻ യൂസ് ചെയ്ത് തീർത്ത ഒരു ട്യൂബാണ്. അപ്പൊ ഈ ഒരു ട്യൂബ് മൊത്തം യൂസ് ചെയ്ത ഒരാളെന്ന നിലയിൽ എന്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന ചോദ്യം, ഇത് ടാൻ റിമൂവ് ചെയ്യുമോ? ടാനുമായിട്ട് ഈ പ്രൊഡക്റ്റിന് യാതൊരു ബന്ധവുമില്ല കൂട്ടുകാരെ, യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് എന്താണ്? ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഞാൻ ഇത് കംപ്ലീറ്റ് ഈ ട്യൂബ് തീരുന്നവരെ ഉപയോഗിക്കുന്ന ടൈമിൽ എനിക്ക് ഒരൊറ്റ പിമ്പിൾസും വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രൊഡക്റ്റിന്റെ മാത്രം റീസൺ ആണോ? ഒരിക്കലുമല്ല. ഈ പ്രൊഡക്റ്റിന്റെ മാത്രം ഗുണമെന്ന് പറയത്തില്ല. കൂടെ ഞാൻ എന്റെ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നുണ്ടായിരുന്നു. സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. സോ ഇതിന്റെ മാത്രം ഗുണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട്, അത് ലാസ്റ്റ് പറയാം. എന്താണെങ്കിലും നമുക്ക് റിവ്യൂ കണ്ടിന്യൂ ചെയ്യാം. ഇതിന്റെ സ്മെല്ലിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് ഒന്നും ഒരുപാടില്ലാത്ത ഒരു മൈൽഡ് ഫ്രാഗ്രൻസ് ആണ്. എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിരിക്കും. ഫ്രാഗ്രൻസ് ഹൈ ആയിട്ട് വരുമ്പോഴാണ് സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അതുകൊണ്ട് തന്നെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലൊന്നുമല്ല, ബട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. പിന്നെ pH നോക്കിയിരുന്നു. pH നോക്കിയപ്പം 5.5 ആ റേഞ്ചിലായിരുന്നു വന്നിരുന്നത്. അത് നമ്മുടെ ഫേസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു pH ആണ്. അതുകൊണ്ട് തന്നെ pHന്റെ കാര്യത്തിലും പ്രോഡക്റ്റ് നല്ലതാണ്. പിന്നെ ഒരു ഓയിലി സ്കിന്നുകാരൻ എന്ന നിലയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഓയിൽനെസിന്റെ കാര്യങ്ങൾ കൺട്രോൾഡ് ആയിരുന്നു, പക്കയായിരുന്നു ഗൈസ്. എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അതായത് ഓയിലി ആവുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം. ഗൈസ് ഐ ആം സോ സോറി, ചില സാങ്കേതിക തകരാറുകൾ മൂലം ഞാൻ ആ എടുത്ത വീഡിയോന്റെ ബാക്കിയുള്ള ഭാഗം കട്ടായി പോയി. അതെന്താ പറ്റിയെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് എടുത്താണ്, രാത്രി എഡിറ്റ് ചെയ്യാൻ കയറിയപ്പോഴാണ് മനസ്സിലായത് ആ ഭാഗം ഇല്ല എന്നുള്ളത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് റിവ്യൂ കണ്ടിന്യൂ ചെയ്യാം. ഒരു സ്റ്റോപ്പ് വന്നതിന് ക്ഷമ ചോദിക്കുന്നു. അപ്പൊ നമ്മൾ ഓയിലി സ്കിന്നുകാരനായി എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രൈറ്റ്നസ്, ടാനിങ്ങിന്റെ ഒക്കെ കഥ. ആ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളത്, ബ്രൈറ്റ്നസിന്റെ ഒക്കെ കാര്യത്തിൽ ഇപ്പൊ ഒരു സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സാധാ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മൾ കഴുകി കഴിഞ്ഞാൽ എന്താണോ റിസൾട്ട് കിട്ടുക അത് തന്നെ ഇതിലും കിട്ടുന്നുള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. സോ അത്ര തന്നെ ഗൈസ് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളൂ. ഓവറോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ആകെ ഒരു നെഗറ്റീവ് ഞാൻ കണ്ടുപിടിച്ചത്, ബ്രാൻഡുകാർ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആഡ്സ് റൺ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വേറെ ഒരു തരത്തിലുള്ള നെഗറ്റീവും ഫീൽ ചെയ്തിട്ടില്ല. മറ്റൊരു സൈഡിൽ, അതായത് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ സ്പേസിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ പ്രൊഡക്റ്റ് ഒന്ന് ആൾക്കാർ വാങ്ങിക്കുകയാണെങ്കിൽ ഈ കണക്കിനുള്ള ബ്രാൻഡിങ് അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. ഇഷ്ടം പോലെ ഉടായ്പ പറഞ്ഞുകൊണ്ട് പ്രോഡക്ട്സ് സെല് ചെയ്യുന്ന നാടാണ് ഇപ്പൊ നമ്മളെ. അപ്പൊ അത്രയും കോമ്പറ്റീഷൻ ഉള്ളവരെടുത്ത് പിടിച്ചു വെക്കാൻ വേണ്ടി ബ്രാൻഡ് അവരെ പരിപാടി ചെയ്യുന്നു. പക്ഷേ എനിക്ക് ആകെ ഇതില് ബ്രാൻഡിനോട് ഒരു കുറ്റം എനിക്ക് പറയാനില്ല. കാരണം അവരവരുടെ പണി ചെയ്യട്ടെ, അവർക്ക് അതേ അവരുടെ പണിയാണത്. പക്ഷെ ക്രിയേറ്റേഴ്സിന് ഒരു വാല്യൂ ഉണ്ട്. അതായത് നിങ്ങൾ ആരെങ്കിലും ഈ ക്രിയേറ്റേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങൾക്ക് ഒരു വാല്യൂ ഇരുന്നുണ്ട്. അത് ഇവരുടെ സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയാതിരിക്കുക. അത് ഇവർക്കൊന്നും വേണ്ടി താങ്ങി കൊടുത്ത് കളയാതിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ക്രിയേറ്റേഴ്സ് ആക്കി അഥവാ നിങ്ങളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരെയാണ് നിങ്ങൾ സ്ക്രിപ്റ്റ് പറഞ്ഞ് പറ്റിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്. ഈ പ്രോഡക്റ്റ് എനിക്ക് നല്ലതാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ഓടിപ്പോയിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങാതിരിക്കുക. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. പ്രോഡക്റ്റ് എനിക്ക് ഫൈൻ ആയിരുന്നു ഗൈസ്. അല്ലാതെ ഈ പ്രോഡക്റ്റ് അല്ല എന്നെ ചേഞ്ച് ചെയ്തത്, എൻ്റെ സ്കിൻ എന്നെ ചേഞ്ച് ചെയ്തത്. ഞാൻ ഓൾറെഡി പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫുള്ള് കുരു വരുന്ന, എൻ്റെ പുറത്തിറങ്ങാൻ എനിക്കിങ്ങനെ പേടിയായിരുന്നു. ആൾക്കാർ വന്നിട്ട് എന്താ ഫുള്ള് നെറ്റി മൊത്തം കുരുവാണല്ലോ എന്നുള്ള ചോദ്യം വന്നുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് ഇപ്പൊ എൻ്റെ സ്കിൻ ഓക്കെ ആയി. വല്ലപ്പോഴും ഒക്കെ പിമ്പിൾസ് വന്നാലേ ഉള്ളൂ എന്നുള്ള രീതിയിലായി. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പല ക്രിയേറ്റേഴ്സും പറയുന്ന പോലെ 3 ദിവസം കൊണ്ടോ
7 ദിവസം കൊണ്ടോ കിട്ടിയ റിസൾട്ട് ഒന്നുമല്ല, ഒത്തിരി നാളത്തെ കഷ്ടപ്പാടാണ്. അപ്പൊ എന്റെ ആ ഒരു കഷ്ടപ്പാടിൽ അല്ലെങ്കിൽ എന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ പാർട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നും അല്ല ഇത്. ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞ് എന്റെ സ്കിന്നൊക്കെ ഓക്കെ ആയിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു 70 അല്ലെങ്കിൽ ഒരു 80% ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആണെങ്കിലും എനിക്ക് ഓക്കെ ആയിരിക്കും. ഒരു പ്രശ്നമുള്ള ഒരു സ്കിന്ന് പ്രശ്നം മാറുമ്പോഴാണ് കാണാൻ ഈസി, അതേപോലെ പ്രശ്നമില്ലാത്ത സ്കിന്ന് പ്രശ്നം വരുമ്പോഴാണ് കാണാൻ എളുപ്പം എന്ന് പറയുന്ന പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ നല്ലതെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ എനിക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും തരണം. അതൊന്നും ഇത് തന്നിട്ടില്ല, ഒരു പ്രശ്നവും ഇത് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് എനിക്കൊരു ഫൈൻ പ്രൊഡക്റ്റ് ആയിരുന്നു, ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പലരും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ചിലപ്പോൾ ഭയങ്കര ആക്നെയൊക്കെ ഉള്ളവരായിരിക്കും, നിങ്ങൾ ഭയങ്കര മോക്കൂരും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. എനിക്കൊരു ഗുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളത് കേട്ടിട്ട് നിങ്ങളുടെ സ്കിന്നും സെറ്റപ്പ് ആവും എന്ന് വിചാരിച്ച് ഇത് പോയി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പലർക്കും എന്നോട് നല്ല ട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഈ ട്രസ്റ്റിന്റെ ഒക്കെ മുകളിലാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാന്നുള്ള കാര്യം മറക്കരുത്. ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. എന്റെ പാർട്ട് ഓഫ് ഒരു സ്റ്റോറി നിങ്ങൾ കേട്ടല്ലോ, എന്റെ ഒരു സൈഡ് നിങ്ങൾ കേട്ടു. ഇനി നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം എടുക്കുക. ഒരു ഫൈൻ പ്രോഡക്റ്റ് നോക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതല്ലാതെ മസ്റ്റ് ട്രൈ, എന്താണെങ്കിലും പോയി വാങ്ങണം, മിസ്സാക്കരുത് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടേതായ തീരുമാനം നിങ്ങൾ എടുക്കുക, റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം. ഓക്കെ, അപ്പൊ എല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. എന്തുണ്ടെങ്കിലും കമന്റിൽ അറിയിച്ചാൽ മതി. ഓക്കെ, ബൈ.